അപ്പോൾ നമ്മളിന്ന് അമ്മിക്കുറുമി ബേസിക്സ് പഠിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ അമ്മിക്കുറുമിയിൽ നമ്മൾ ആകെ യൂസ് ചെയ്യുന്നത് സിംഗിൾ ക്രോഷ്യ മാത്രമാണ്. അപ്പോൾ വളരെ സിമ്പിളാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് സിംഗിൾ ക്രോഷ്യ അറിയുന്നവർക്ക് അമ്മിക്കുറുമി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ അതിൽ ബേസിക്കായിട്ട് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഈ അമ്മിക്കുറുമിയുടെ ഹാർട്ട്, സ്റ്റഫ്ഡ് ഹാർട്ട്. അപ്പോൾ അതിൻ്റെ ട്യൂട്ടോറിയൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിനെടുത്തിരിക്കുന്ന യാണ് നമ്മുടെ മാജിക് നീഡിൽസിൻ്റെ ബൾക്കി ഷെനിൽ യാണാണ്, കേക്ക് യാണാണ്. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഹുക്ക് 5 mm ഹുക്കാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ പക്ഷേ എനിക്ക് 5 mm അത്ര കംഫർട്ടബിളായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ 4 mm ഹുക്ക് വെച്ചിട്ടാണ് ചെയ്യണേ. അപ്പോൾ ഈ യാണ് നമുക്ക് ഇതുണ്ട്, പിന്നെ സാധാരണ അരാൻ ഷെനിൽ യാണുണ്ട്, പിന്നെ സൂപ്പർ ബൾക്കി ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഇതിൻ്റെ മീഡിയം ആയിട്ടുള്ള ബൾക്കി യാണാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് മാജിക് സർക്കിൾ വെച്ച് കൊടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മാജിക് സർക്കിൾ നിങ്ങൾക്ക് ചെയ്യാൻ അറിയുമെന്ന് തോന്നുന്നു. എന്നാലും ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇങ്ങനെ യാണിൻ്റെ എൻഡ് ഇവിടെ ഇടുക, എന്നിട്ട് ഇങ്ങനെ ഫ്രണ്ടിലൊരു എക്സ്, ബാക്കിൽ ഒരു പാരലൽ ലൈൻസ് വരിക. അപ്പോൾ ഈ ഹുക്ക് ഇതിനെ കമത്തി പിടിച്ചിട്ട് ഇതിൻ്റെ അടിയിൽ കൂടെ എടുത്തു, ഇതിനെ പുള്ള് ചെയ്തു, ട്വിസ്റ്റ് ചെയ്തു, നമുക്ക് മാജിക് സർക്കിൾ റെഡിയായി. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ചെയിൻ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ 6 സിംഗിൾ ക്രോഷ്യ ചെയ്യും. ഓക്കെ, അപ്പോൾ 1 2 ഈ ഷെനിൽ യാൺ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര എളുപ്പമല്ല. എന്നാലും നമുക്കൊരു ഏത് യാൺ വെച്ച് ചെയ്യാം കേട്ടോ. ആരാണ് ചെയ്യാണോ, സാധാരണ അക്രിലിക് ആണോ, എന്ത് ചെയ്യാൻ വെച്ചും ചെയ്യാം. ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് പ്ലഷി കട്ടിയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ടോയ് പോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ യാണ് യൂസ് ചെയ്തെന്നുള്ളൂ. നോർമൽ യാൺസിന് യൂസ് ചെയ്യാം, നിങ്ങൾക്ക് ഏത് യാൺ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഹുക്ക് ചെറുതെടുക്കുക. അപ്പോൾ നോർമൽ അക്രിലിക് യാണാണെങ്കിൽ ഹുക്ക് ചെറുതെടുക്കുക, 2.5 mm ഒക്കെ ഹുക്ക് മതി. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ 1 2 3 സിംഗിൾ ക്രോഷ്യ ഇട്ടു. ഇനി 3 എണ്ണം കൂടി കൊടുക്കണം. 4 5 6. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ എൻഡ് വലിച്ചു. എൻഡ് വലിച്ചു, ടൈറ്റാക്കി. എൻഡ് താഴോട്ടേക്ക് പൊക്കോട്ടെ. ഇനി നമ്മൾ ഇവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കണം. ഓക്കെ, അപ്പം ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ അടിയിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് കൊടുത്തു. ഇതിൻ്റെ അടിയിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ 6 സിംഗിൾ ക്രോഷ്യ ചെയ്ത് ഓരോ സ്റ്റിച്ചിൻ്റെ അടിയിലും നമ്മളിനി 2 സിംഗിൾ ക്രോഷ്യ കൊടുക്കുക. ഒന്ന് പുള്ള് ചെയ്തു, ഒരു ചെയിൻ ഇട്ടു. ഇനി ഫസ്റ്റ് നമ്മൾക്കിപ്പോൾ ഇതിൽ ചിലപ്പോൾ വീഡിയോയിൽ അത്ര ക്ലിയർ അല്ലെങ്കിലും നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ച് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ 1 2 ഒരു സ്റ്റിച്ചിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇവിടെ സ്റ്റിച്ച് മാർക്കർ വയ്ക്കണേ. ഇനി ഇത് രണ്ടാമത്തെ സ്റ്റിച്ചിലേക്ക് 1 2 കൊടുത്തു. ഈ സ്റ്റിച്ചിലേക്ക് 1 2 കൊടുത്തു. 1 2 കൊടുത്തു. 1 2 1 2 1 2 1 2. നമ്മുടെ ലാസ്റ്റ് സ്റ്റിച്ച് എത്തി. സ്റ്റിച്ച് മാർക്കർ എടുക്കുക, ഇവിടേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കുക. ഓക്കെ, പുൾ ചെയ്തു, വലിച്ചു. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് റോ കഴിഞ്ഞു, സെക്കൻഡ് റോ കഴിഞ്ഞു. ഇനി തേർഡ് റോയ്ക്ക് നമ്മൾ ഒരു ചെയിൻ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മൊത്തം ഇവിടെ 12 സ്റ്റിച്ച് കാണും. അപ്പോൾ ഈ 12 സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ കൊടുക്കാം. ഓക്കെ,
അപ്പോൾ 1 ഈ യാണ് കൂടി ആകുമ്പോൾ നമുക്ക് ഒട്ടും മനസ്സിലാവില്ല എവിടെ സ്റ്റാർട്ട് ചെയ്തതെന്ന്. അപ്പോൾ എന്തായാലും സ്റ്റിച്ച് മാർക്കർ മസ്റ്റായിട്ട് വെക്കണേ. 2 അപ്പോൾ ഈ റൗണ്ട് കഴിയാറായിട്ടോ. ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ വളഞ്ഞു വരും കേട്ടോ, ഉള്ളിലേക്ക് അകത്തേക്ക് വരും. പക്ഷേ ഇങ്ങനെയല്ല, നമ്മൾ പുറത്തോട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഇനി ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഈ റോ കഴിയും. ഓക്കെ, കഴിഞ്ഞു. ഈ റോ കഴിഞ്ഞു. ഇനി സ്റ്റിച്ച് മാർക്കർ അഴിച്ചു നമ്മൾ ഇവിടുത്തെ ഈ സ്റ്റിച്ചിൻ്റെ അടിയിലേക്ക്, ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ അടിയിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇനി ഇതിനെ ഇങ്ങോട്ട് ബെൻഡാക്കി വയ്ക്കാം, ഇങ്ങോട്ടേക്ക് വയ്ക്കാം. ഇനി ഈ ഹാർട്ടിൻ്റെ മുകളിലെ ഒരു സൈഡ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരെണ്ണം കൂടി നമ്മൾ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അത് ഈ സെയിം റെപ്പറ്റീഷനാണ്. അപ്പോൾ ഞാനിത് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് കാണിച്ചു തരാം കേട്ടോ. ഇതാ ഇപ്പോൾ കണ്ടോ, ഇത് രണ്ടും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാനൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഈ രണ്ടാമതുണ്ടാക്കിയ ഹാർട്ടിൻ്റെ ടോപ്പ് പോർഷൻ ഇങ്ങനെ വെച്ചേക്കാം. അപ്പോൾ ഇനി ചെയ്യേണ്ടത്, ഫസ്റ്റ് പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് ഈ യാണ് കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ കേസിൽ വരുമ്പോൾ നമ്മൾ യാണ് കട്ട് ചെയ്ത് മാറ്റണ്ട. ഇനി അപ്പോൾ ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ ഇത് നീണ്ടു കിടക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഈ ഹുക്കിട്ടു. എന്നിട്ട് ഇതിൻ്റെ തൊട്ട് താഴെ ഹുക്കിട്ടു, വലിച്ചു. നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ ഇവിടെ ചെയ്യുന്നു. കണ്ടോ, ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇവിടെ ഹാർട്ടിൻ്റെ അത് ജോയിൻ ചെയ്യണം എടുത്തു. ഇനി മൊത്തം നമ്മൾ ഓരോ സിംഗിൾ ക്രോഷ്യ വെച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ ആദ്യം ഒരെണ്ണം ചെയ്തു. 2 3 4 5. ഈ യാണൊക്കെ ഇതിൻ്റെ ഈ പുറത്തോട്ട് കിടക്കുന്ന യാണൊക്കെ നമുക്ക് മാക്സിമം ഉള്ളിലോട്ട് പൊക്കോട്ടെ, അതിന് കുഴപ്പമില്ല. നമ്മളിനി അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെക്കുന്നതാണല്ലോ. എല്ലാ സിംഗിൾ ക്രോഷ്യയുടെ അടിയിൽ കൂടെയും ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യുക. കണ്ടോ, ഇവിടെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. കണ്ടോ, അതായത് ഇതിൻ്റെ അടിയിൽ കൂടെയാണ് എടുക്കുന്നത്. ഈ യാണാണ് നമ്മൾ സോഫ്റ്റ് പ്ലഷിയൊക്കെ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന യാണ്. ഇത് സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ യാണും നോർമൽ അക്രലിക് യാണും 2.5 mm ഹുക്കും വെച്ച് ചെയ്യുമ്പം ഹാർട്ടിന് ഇത്ര സൈസ് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ്, ഷേപ്പും ഒരേപോലെ തന്നെ വരും. ഈ നീണ്ടു നിൽക്കുന്നതാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് നമ്മളതുമ്പോൾ ഇത് ചെയ്യുവാണെങ്കിൽ, സ്റ്റിച്ച് കൊടുക്കുവാണെങ്കിൽ അത് ലോക്കായിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നോളൂ കേട്ടോ. ക്രോഷ്യ നന്നായിട്ട് അറിയുന്നവർക്കൊക്കെ ഇത് അറിയായിരിക്കും. ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇവിടെ എത്തി. കണ്ടോ, ഈ ഹാർട്ടിൻ്റെ ഇപ്പുറത്തെ പോർഷനിലേക്ക് നമ്മളിനി കിടക്കണം. അപ്പോൾ ഇവിടെയാണ് ചെയ്തത്. ഇനി നെക്സ്റ്റ് സ്റ്റിച്ച് ഇവിടേക്ക്, ഇപ്പുറത്തെ ഹാർട്ടിൻ്റെ പോർഷനിലേക്ക്. നമ്മൾ ടെൻഷൻ, ഇതിൻ്റെ യാണിൻ്റെ ടെൻഷൻ മാറുന്നതനുസരിച്ചും സൈസിന് വ്യത്യാസം വരും കേട്ടോ. ടൈറ്റായിട്ട് നമ്മൾ നൂല് ഭയങ്കര ടൈറ്റായിട്ട് പിടിച്ചേക്കുക, ഹുക്ക് ടൈറ്റായിട്ട് വലിച്ച് മുറുക്കിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ടിൻ്റെ സൈസ് ചെറുതായി പോവും. ടെൻഷൻ ലൂസായിട്ടാണെങ്കിൽ അതിന് വേറെ സൈസായിരിക്കും. അപ്പോൾ മൊത്തം ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ടെൻഷൻ ഒരേപോലെ പിടിക്കാൻ ശ്രദ്ധിക്കാം. ഞാനിപ്പോൾ ഇതിലൊരെണ്ണം ചെയ്തപ്പോൾ ഇച്ചിരി വലിച്ചു പിടിച്ചു, വേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് വലുതും ഇത് ചെറുതുമായിപ്പോയി, കാരണം എനിക്ക് ഇവിടെ ഇച്ചിരി ടെൻഷൻ കൂടിപ്പോയി, ഞാൻ ഇച്ചിരി വലിച്ചു പിടിച്ചു. അങ്ങനെ ചെയ്യരുത്. ലൂസാക്കി ഇപ്പുറത്തെ സൈഡിൽ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെ ലൂസാക്കി പിടിക്കുക. ഇപ്പോൾ ഇവിടെ വരെ എത്തിയിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ വരെ എത്തി. ഇവിടെ നിന്ന് നമുക്ക് ആ റോ അവസാനിപ്പിക്കണം. ഇതാ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അവിടെ സിംഗിൾ ക്രോഷ്യ അല്ല, സ്ലിപ്പ് സ്റ്റിച്ച് കൊടുത്തു.
ഇനി അടുത്ത റോ വരുമ്പോൾ നമ്മൾ ചെറിയൊരു ഡിക്രീസ് കൊടുക്കുന്നുണ്ട്. ഇനി ഹാർട്ട് താഴോട്ടേക്ക് വരുമ്പോൾ സൈസ് കുറയണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമ്മളൊരു ചെയിൻ ഇട്ടു, ഇവിടെ ഇത് വെച്ചു, സ്റ്റിച്ച് മാർക്കർ വെച്ചു. ഇനി ചെയ്യേണ്ടത് 4 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. 1 2 3 4 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി ചെയ്യേണ്ടത് സിംഗിൾ ക്രോഷ്യ ഡിക്രീസ് ആണ് ചെയ്യേണ്ടത് 4 എണ്ണം കഴിയുമ്പോൾ. അപ്പോൾ അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഹുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു, ഒരു പ്രാവശ്യം വലിച്ചെടുത്തു. അത് കഴിഞ്ഞ് അപ്പുറത്തെ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെയും ഇട്ടു, വലിച്ചെടുത്തു. ഇപ്പോൾ 3 ലൂപ്പ് വന്നു. അത് 3ൻ്റെ ഉള്ളിൽ കൂടെയും വലിച്ചെടുത്തപ്പം നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ഡിക്രീസ് കിട്ടി. ഓക്കെ, ഇനി അടുത്തത് വീണ്ടും 4 എണ്ണം നമ്മൾ നോർമൽ സിംഗിൾ ക്രോഷ്യ. 1 2 3 4. ഇനി നെക്സ്റ്റ് വരുന്നത് ഡിക്രീസ്. അപ്പോൾ ഇതിൽ കൂടെ എടുത്തു വലിച്ചു, അടുത്ത സ്റ്റിച്ചിൻ്റെ ഈ സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെ എടുത്ത് വലിച്ചു, 3 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെയും വലിച്ചെടുത്തു. അപ്പോൾ ഡിക്രീസായി. ഇനി 1 2 3 നെക്സ്റ്റ് സിംഗിൾ ക്രോഷ്യ 4. അപ്പോൾ 4 എണ്ണം കഴിഞ്ഞു. ഇനി നമ്മൾ ഡിക്രീസാണ് ചെയ്യണം കേട്ടോ. ഇതിലേക്ക് 1 ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു 2. അപ്പോൾ 3 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഡിക്രീസ് ചെയ്തു. ഇനി വീണ്ടും 4 സിംഗിൾ ക്രോഷ്യ. 1 2 3 4. ഇനി വീണ്ടും ഡിക്രീസ്, ഇതിൽ കൂടെ എടുത്തു, ഇതിലൂടെ എടുത്തു, കഴിഞ്ഞു. ഇനി 1 2 3 കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ എത്തി. ഇനി നമ്മളിവിടെ സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കണം അങ്ങോട്ടേക്ക്, ഇതിൻ്റെ ഉള്ളിലേക്ക് കണ്ടോ. അപ്പോൾ ഇതാണ് കണ്ടീഷൻ, ഇങ്ങനെയാണ് ഹാർട്ടിൻ്റെ ഇരിക്കുന്നത്. ഇനി നമ്മൾ ഒരു ചെയിൻ ഇട്ടു. ഇനി 3 എണ്ണം കഴിയുമ്പോൾ ഡിക്രീസ് കൊടുക്കുക. 1 2. നേരത്തെ നമ്മൾ 4 സിംഗിൾ ക്രോഷ്യ കഴിഞ്ഞിട്ട് ഡിക്രീസ് കൊടുത്തു. ഇപ്പോൾ 3 സിംഗിൾ ക്രോഷ്യ കഴിഞ്ഞിട്ട് ഡിക്രീസ് കൊടുക്കും. 3 മൂന്നാമത്തെ കഴിഞ്ഞു. ഇനി ഡിക്രീസ് 1. വലിക്കില്ല, സോറി, ഇതിൻ്റെ ഉള്ളിൽ കൂടെ, സോറി തെറ്റിപ്പെട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു, വലിച്ചു, 3 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചു. അപ്പോഴാണ് ഡിക്രീസ് ആയത്. ഇനി അഗെയിൻ 1 2 3. ഇനി ഡിക്രീസ്, ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു, ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു, 3 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെയും വലിച്ചു. ഇനി വീണ്ടും 1 2 3. ഇനി ഡിക്രീസ് ആണേ. 1 ഇതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുത്തു. ഇനി 3ൻ്റെ ഉള്ളിൽ കൂടെയും വലിച്ച് എടുത്തു, ഡിക്രീസ്. ഇനി 1 2 3. നെക്സ്റ്റ് ഡിക്രീസ് 1 ഡിക്രീസ് ചെയ്തു ഇവിടെ. ഇനി നമ്മൾ ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക്. ചെയിൻ 1 ഊരുക, സ്റ്റിച്ച് മാർക്കർ ഊരുക. ഇതിൻ്റെ ബാക്കി കിടക്കുന്നതൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും നമ്മൾ ആയി നിൽക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ പോളി ഫൈബർ വെച്ചിട്ട് കണ്ടോ, ഈ ഫൈബർ ഇത് വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്യും. ഈ ആണായതുകൊണ്ട് ഇത് ഒത്തിരി ആവശ്യം വരില്ല. സമയം നമ്മൾ നോർമൽ അക്രലിക്കാണോ കോട്ടൻ്റെ ആണോ ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം ഇത് ക്വാണ്ടിറ്റി വേണ്ടി വരും കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു. കണ്ടോ, ഇത്രയും വെച്ചു. ഇനി ചെയ്യേണ്ടത്, ഇപ്പം നമ്മൾ 3 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് ഒരു ഡിക്രീസാണ് ചെയ്തത്. ഇനി 2 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് ഡിക്രീസ് ചെയ്യാം.
1 സ്റ്റിച്ച് മാർക്കർ വയ്ക്കാം, 2 ഇനി ഡിക്രീസാണ്, ഇതിൽ കൂടെ എടുത്തു, വീണ്ടും അടുത്ത ഇതിൽ കൂടെ എടുത്തു, ഒന്നിച്ച് വലിച്ചു, ഡിക്രീസ്. നെക്സ്റ്റ് വണ്ണിൽ 2 സിംഗിൾ ക്രോഷ്യ. ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായി വരും കേട്ടോ, സാരില്ല. ഇത് ടൈറ്റായിട്ട് നിൽക്കുന്നതുകൊണ്ട് സ്റ്റഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും, സാരില്ല. ഇതിൽ കൂടെ ഇനിയിപ്പോൾ 2 സിംഗിൾ ക്രോഷ്യ ചെയ്തു, ഇനി ഡിക്രീസ്. ടെൻഷൻ ടൈറ്റാക്കരുത്, ലൂസാക്കി വേണം ചെയ്യാൻ, അല്ലെങ്കിൽ കണ്ടു ടെൻഷൻ ടൈറ്റാക്കി ഇതുപോലത്തെ ഹോൾസ് വരും. ഇപ്പോൾ ഡിക്രീസ് ചെയ്തു, ഇനി വീണ്ടും 2 സിംഗിൾ ക്രോഷ്യ, 1 2. ഇനി ഡിക്രീസാണ്, ഇതിൻ്റെ അടിയിൽ കൂടെ എടുത്തു, പുള്ള് ചെയ്തു, ഇതിൻ്റെ അടിയിൽ കൂടെ എടുത്തു, പുള്ള് ചെയ്തു, ഒന്നിച്ച് വലിച്ചു. ഇനി 2 സിംഗിൾ ക്രോഷ്യ, 1 2 ഡിക്രീസ്, 1 ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു, ഒന്നിച്ച് വലിച്ചു, ഡിക്രീസ്. നമുക്കിനി ഒരു സിംഗിൾ ക്രോഷ്യയ്ക്കുള്ള ഒരു സ്പേസ് ഉണ്ട്, അത് ചെയ്തു. ഇനി അടുത്തത് സ്ലിപ്പ് സ്റ്റിച്ച്. ഈ റോ കഴിഞ്ഞു, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. ഇപ്പോൾ നമ്മൾ 2 എണ്ണം ചെയ്തിട്ടാണ്, 2 സിംഗിൾ ക്രോഷ്യ, ഒരു ഡിക്രീസ്. ഇനി ഒരു സിംഗിൾ ക്രോഷ്യ, സ്റ്റിച്ച് മാർക്കർ വെച്ചു. നെക്സ്റ്റിൽ ഡിക്രീസ് എടുത്തു, 3ൻ്റെ ഉള്ളിൽ കൂടെയും വലിച്ചെടുത്തു. നെക്സ്റ്റ് നോർമൽ സിംഗിൾ ക്രോഷ്യ, ഡിക്രീസ്, ഒന്നും വലിച്ചു, ഇതിലൂടെ വലിച്ചു, 3ൻ്റെ ഉള്ളിൽ കൂടെയും വലിച്ചു, ഡിക്രീസ്. നെക്സ്റ്റ് 1 സിംഗിൾ ക്രോഷ്യ, ഡിക്രീസ്, 1 ഇതിൻ്റെ ഉള്ളിൽ 3ൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചു. അടുത്തത് സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് ഡിക്രീസ്. ഓക്കെ, അപ്പോൾ ഈ റോ കഴിഞ്ഞു കേട്ടോ. ഇനി ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കാം. കഴിഞ്ഞു, ആ റോ കഴിഞ്ഞു. ചെയിൻ 1. ഇനി ചെയ്യേണ്ടത് എല്ലാ റോയിലും സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കാം, സോറി ഡിക്രീസ് കൊടുക്കാം. അപ്പോൾ അതിന് മുന്നേ ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്, നമ്മൾ ഈ ഇതിൽ വെച്ചിട്ടില്ലല്ലോ, അവിടെ വെച്ച് ഫില്ല് ചെയ്യാം കേട്ടോ. ഇത് മതിയാവും ഇതിന്. ഓക്കെ, സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു നമ്മൾ. അടുത്തത് ഡിക്രീസാണ്, ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു, ഇതിൽ കൂടെ എടുത്തു, ഇതിൽ കൂടെ എടുത്തു, 3 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചു. അതിന് മുന്നേ സ്റ്റിച്ച് മാർക്കർ വെച്ചോളൂ. അത് ഡിക്രീസാണ്, ഇവിടെ സിംഗിൾ ക്രോഷ്യ ഒന്നുമില്ല ഈ റോയിൽ. സെക്കൻഡ് ഇത് വലിച്ചു, 3 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെയും വലിച്ചു, ഡിക്രീസ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു. ഈ പോർഷനൊക്കെ എത്തുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ വലിക്കാൻ, എന്നാലും ലൂസാക്കിയിട്ട് വലിക്കാം. പ്രത്യേകിച്ച് ചെയ്യാൻ അല്പം ഡിഫിക്കൽട്ടാണ് ചെയ്യാൻ, എന്നാലും ഇത് ചെയ്യുമ്പോൾ ഒരു ഭംഗിയുണ്ട്. സ്റ്റിച്ച് മാർക്കർ അകത്തേക്ക് എളുപ്പം ഇല്ല, സ്റ്റിച്ച് ഇവിടെ ഉണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ഡിക്രീസും കൂടി ചെയ്യാൻ പറ്റും, അതിനുള്ള 2 സ്റ്റിച്ചുണ്ട് ബാക്കി. 1 ഇതിൻ്റെ ഉള്ളിൽ കൂടെയും ഇട്ടു, വലിച്ചു, സ്റ്റിച്ച് മാർക്കർ അഴിക്കാം കേട്ടോ. 3 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടു. ഇനി നമുക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടണം. ഇവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാനുണ്ട്. അതിട്ടു. ഇനി ചെയ്യേണ്ടത് ഇതിൽ കൂടെ ഇവിടെ ഒരു ചെറിയ ഹോള് പോലെ കണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ഇതിനെ ഒന്ന് സെക്യൂർ ചെയ്തു, ഒരു ചെയിൻ കൊടുത്തു, കഴിഞ്ഞു. നമ്മളിവിടെ കട്ട് ചെയ്ത് കളയാണ്. കട്ട് ചെയ്തു, ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് വലിച്ചെടുത്തു, കുറച്ചുകൂടി സെക്യൂർ ആവാൻ വേണ്ടിയിട്ട്. കണ്ടോ, നമ്മുടെ ഹാർട്ട് റെഡി ആയിട്ട് ഇവിടെ. ഞാനിതിനെ തയ്ച്ച് വിടാമെന്ന് വിചാരിച്ചു കേട്ടോ. നീഡിലുണ്ട്, ഭാഗത്തേക്ക് തയ്ച്ച് കൊടുത്താലും മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ കോർത്തെടുത്തു, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങ് തയ്ച്ച് കൊടുത്താൽ മതി.
എന്നിട്ട് കട്ട് ചെയ്ത് കളയാം വെച്ചിട്ട്. ഈ ഷെനിലിയാൻ്റെ കുഴപ്പം ഇതിങ്ങനെ ഷെഡ് ചെയ്യുവേ, അതിന് കുറച്ച് ഷെഡ് ചെയ്യും, കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഹാർട്ട് ട്യൂട്ടോറിയൽ കഴിഞ്ഞു. ഇഷ്ടമായോ എല്ലാവർക്കും? ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇനിയും ഇങ്ങനത്തെ ട്യൂട്ടോറിയൽ ഇടുന്നതായിരിക്കും. താങ്ക്